Hello guys, welcome back to Ritu with the YouTube channel. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വിത്ത് വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തുടക്കക്കാർക്ക്, ഞാനും ഉൾപ്പെടുന്ന തുടക്കക്കാർക്കുള്ളൊരു ചെറിയ വീഡിയോ ആണ്. വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ കുറച്ചായി വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് ആദ്യമൊന്നും റീച്ച് നല്ല കുറവായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം ഇപ്പോഴും അത്യാവശ്യത്തിന് റീച്ചേ കിട്ടുന്നുള്ളൂ, അത് വേറെ കാര്യം. അപ്പം നമ്മളിപ്പം വീഡിയോസ് ഇട്ട് മോണിറ്റൈസ്ഡ് ആയി ചാനൽ. അതിനുശേഷം നമ്മളിപ്പം വീഡിയോസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നോക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന രീതികളും ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പുകളും നിങ്ങളും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മൾ പലരും നമുക്കറിയാം, ബിഗിനിങ്ങിൽ നമുക്ക് ഏത് എഡിറ്റിംഗ് ആണ് ഏത് എഡിറ്റിംഗ് ആപ്പാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ട്സ് നമുക്ക് ഉണ്ടാകുന്നത് ഒരു സ്ഥിരമുള്ള കാര്യമാണ്. കാരണം എനിക്കും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്തിലാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, കോപ്പിറൈറ്റ് എങ്ങനെയാണ് വരിക എന്നറിയില്ല, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിപ്പം കുറേ വീഡിയോസ് കണ്ടതിന് ശേഷമാണ്, പലരും നമുക്കൊന്നും പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറേ വീഡിയോസ് കണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു എഡിറ്റിങ് അതുപോലെ തന്നെ എല്ലാം പഠിച്ചു വന്നത്. അപ്പം നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളും കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിപ്പം യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത്, തുടക്കത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻഷോട്ടായിരുന്നു. ഇൻഷോട്ടിലായിരുന്നു സ്ഥിരം വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റീൽസ് ആയാലും അതുപോലെ തന്നെ നോർമൽ യൂട്യൂബിൻ്റെ ലോങ് വീഡിയോസ് ആണെങ്കിലും എല്ലാം എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഷോട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഇതായപ്പം നമ്മളിപ്പം എയർടെലിലാണെങ്കിൽ VN-ലും ചെയ്യും, അതുപോലെ തന്നെ ക്യാപ്കട്ട് നമുക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്ത്. കാരണം ഇന്ത്യയിൽ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ VPN എല്ലാം യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ആ ഒരു ക്യാപ്കട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് VPN ഒക്കെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള നോക്കിയിട്ട് വേണം നമ്മളിപ്പം ക്യാപ്കട്ടയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതർ കൺട്രീസ്, വേറെ കൺട്രീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പം നമ്മുടെ ചാനലിലേക്ക് പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇൻഷോട്ടിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഇൻഷോട്ടിൻ്റെ ആ ഒരു ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം: വീഡിയോ, ഫോട്ടോ, കൊളേജ് എന്നുള്ളത്. ഫോട്ടോൻ്റെത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം യൂട്യൂബിലൊക്കെ തംബ്നെയിൽസ് ഇടുകയാണെങ്കിൽ ഫോട്ടോസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിപ്പം ഈ ഒരു ഫോട്ടോ സെക്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പം കുറച്ച് ഫോട്ടോസ് ഒരുമിച്ച് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, അതിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ, വീഡിയോ എടുത്തിട്ട് ന്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൽബംസിലുള്ള എല്ലാ വീഡിയോസും കാണാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിപ്പം ഒരു സെപ്പറേറ്റ് വാട്സപ്പിലുള്ള വീഡിയോസ് മാത്രമാണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ വാട്സപ്പ് വീഡിയോസ് മാത്രം എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മളെടുത്ത നോർമൽ ക്യാമറ ഫോട്ടോസ് ആണെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ക്യാമറ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ ഫോട്ടോസിലുള്ള മാത്രം വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പം ഇതിൻ്റെത് കോപ്പിറൈറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് റിത്തൂസിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം റിത്തൂസിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മളിപ്പം ഈ ഒരു ആപ്പിലേക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻവാസ് എടുക്കുകയാണ്. ക്യാൻവാസ് 9:16 വരുന്നത് നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ എടുക്കുന്നത് ആ ഒരു റേഷ്യോ ആണ്. പിന്നെ നമുക്ക് വരുന്നത് 60:9 ആണ്. അതെന്ന് വെച്ചാൽ യൂട്യൂബ് ലോങ് വീഡിയോസൊക്കെ ഇടുമ്പം 60:9 ആണ് റേഷ്യോ കൊടുക്കാറ്. അപ്പം ഈ ഒരു വീഡിയോസൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ മ്യൂസിക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്റ്റ് ഓഡിയോ ഫ്രം വീഡിയോ കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു വീഡിയോയിലുള്ള ഓഡിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ട്രാക്റ്റ് ഓഡിയോ ഫ്രം വീഡിയോ കാണുന്നത്. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ മൈ മ്യൂസിക്കാണ്. മൈ മ്യൂസിക്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് കുറേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതാണ് സ്ഥിരം നമുക്ക് യൂട്യൂബിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 100% നമ്മൾ പറയും, എന്താ പറയുക, നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു സ്റ്റുഡിയോ ലൈബ്രറി അല്ലെങ്കിൽ മ്യൂസിക് ലൈബ്രറി എന്ന് പറയുന്നത്
യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള മ്യൂസിക് തന്നെയാണ്. കോപ്പിറൈറ്റ് നമുക്ക് കിട്ടത്തേയില്ല. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആ ഒരു വീഡിയോനെ പറ്റി പറയാനുള്ളത് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് റെക്കോർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ സ്റ്റിക്കേഴ്സ് ഞാൻ അധികം കൊടുക്കാറില്ല. കൊടുക്കുന്നത് എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ലൈക്ക് ബട്ടൺ അതൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പം ഈ ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കട്ടൗട്ടും ചെയ്യാൻ പറ്റും. കട്ടൗട്ട് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഗിഫ്റ്റ്സൊക്കെ നമുക്ക് ചില വീഡിയോസ് കാണാം, ശരിക്കുന്ന ഗിഫ്റ്റ്സൊക്കെ കാണാനാണ്. സ്റ്റിക്കേഴ്സ്, ഷെയർ, അതുപോലെ തന്നെ ലൈക്ക്, ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതിൽ സെർച്ച് ഓപ്ഷനും കൊടുക്കാം കേട്ടോ. നമുക്ക് എന്താണോ സ്റ്റിക്കർ വേണ്ടത്, ലവ് ആണെങ്കിൽ ലവിൻ്റെ ഹാർട്ട്സ് എല്ലാം നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ആരോ ആണെങ്കിൽ നമുക്കതിന് വലുതാക്കാനും ചെറുതാക്കാനും എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവെക്കാനെല്ലാം പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റിക്കേഴ്സിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ടെക്സ്റ്റ് നമ്മളിപ്പം ഒരു വാട്ടർമാർക്ക് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം ഞാൻ ഒപ്പാസിറ്റി കുറച്ച് വെച്ചതുകൊണ്ടാണ്. അപ്പം ഒപ്പാസിറ്റി കുറയ്ക്കാനും കൂട്ടാനും ടെക്സ്റ്റിൻ്റെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫോണ്ട് സ്റ്റൈൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനൊക്കെ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ഒപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ആ ഒരു ടെക്സ്റ്റ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കളേഴ്സ്, ടെക്സ്റ്റിൻ്റെ കളേഴ്സ്, ബോർഡറിൻ്റെ കളേഴ്സ് എല്ലാം നമുക്കിതിൽ മാറ്റി കൊടുക്കാം. ടെക്സ്റ്റ് ഞാൻ പറഞ്ഞ ഫോണ്ടിൻ്റെ ഫോണ്ട് ടൈപ്പ് സ്റ്റൈൽ എല്ലാം ഇതിൽ മാറ്റി കൊടുക്കുന്നതനുസരിച്ചാണ് നമുക്കതിൽ വരിക. അപ്പോൾ ഞാനിതിലിപ്പം ഒരു വാട്ടർമാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. വാട്ടർമാർക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. അതിനുശേഷം അതിൻ്റെ ലാസ്റ്റ് ഐക്കൺ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് വരെ എത്തണമെന്നുണ്ടെങ്കിൽ അതൊന്ന് വലിച്ചു പിടിച്ച് അവിടേക്ക് കൊണ്ടുപോയി എത്തിച്ചാൽ മതി. പിന്നെ വരുന്നത് നമ്മുടെ എഫക്റ്റാണ്. എഫക്റ്റ് എന്ന് വെച്ചാൽ അതിൽ തന്നെ കുറച്ച് എഫക്റ്റ് അവർ സേവ്ഡ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. എത്രത്തോളം വേണം അതൊക്കെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. പിന്നെ AI എഫക്റ്റ് നമുക്കൊരു കോമഡി വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഷോർട്സിനാണ് അധികം നമ്മൾ AI എഫക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ഫിൽറ്ററാണ്. ഫിൽറ്ററിൽ എന്താണെന്ന് വെച്ചാൽ കളേഴ്സ് മാറ്റാൻ പറ്റും. ഓരോ കളേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ് അതിൽ. അപ്പം ഇത്രയേ ഉള്ളൂ അതിൻ്റെത്. പിന്നെ വരുന്നത് പീപ്പ് സെക്ഷൻ കാണാം. പീപ്പ് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു പീപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഒരു ഫോട്ടോ, ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് അതിൻ്റെ കൂടെ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പീപ്പ് ബട്ടൺ അമർത്തിയതിന് ശേഷം നമുക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് ആ ഒരു വീഡിയോൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആണ് വേണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര ലെങ്ത് വരെ നമുക്ക് ആ ഒരു ഫോട്ടോ ആവശ്യമാണോ അതിനനുസരിച്ച് നമുക്ക് അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എവിടെയാണോ നമുക്ക് ആ ഫോട്ടോ വരേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോ ലെങ്ത് അല്ലെങ്കിൽ ഫോട്ടോൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ വരുന്നതാണ് സ്പ്ലിറ്റ് ഓപ്ഷൻസ്. നമുക്കൊരു വീഡിയോ മുഴുവൻ ഭാഗം വേണ്ട, കുറച്ച് മാത്രം മതിയെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്ന് പറയും. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ പോയിക്കോളും. പെട്ടെന്ന് നമ്മളെ കൈയൊക്കെ തട്ടി ഡിലീറ്റ് ആയി പോയതാണെങ്കിൽ നമുക്കൊരു ബാക്ക് ആരോ കാണാൻ പറ്റും. ആ ഒരു ബാക്ക് ആരോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിട്ടേൺ ആയിട്ട് ആ വീഡിയോ തിരിച്ച് വീഡിയോയിലേക്ക് തന്നെ കയറുകയും ചെയ്യും. പിന്നെ നമ്മുടെ വോളിയം ബട്ടണാണിത്. നമുക്കൊരു വോളിയം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഡിയോ കൊടുക്കുകയാണെങ്കിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോൻ്റെ എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ ഓഡിയോയ്ക്ക് പറയുന്നതാണ് എക്സ്ട്രാക്റ്റ് ഓഡിയോ. ആ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ആ ഒരു ഓഡിയോ വേണ്ടാന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്റ്റ് ഓഡിയോ കൊടുത്ത് നമുക്ക് ആ ഓഡിയോ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് ഒരു വീഡിയോൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു വീഡിയോൻ്റെ നോർമൽ ഇത് സ്പീഡ് അത് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കാം. പിന്നെ അനിമേഷനും നമ്മൾ പറഞ്ഞാൽ തന്നെ കുറച്ച് അനിമേഷൻസ് അവരവിടെ സേവ് ആയിട്ടുള്ള വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലെടുത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ക്രോപ്പ് എന്താ വെച്ചാൽ ക്രോപ്പ് നമ്മൾ നോർമലി ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോയിൽ കയറ്റി കൊടുക്കാം. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാനും ഇതുപോലെ കുറേ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഇത്രയെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്തത്.
അപ്പം ഇത് കൂടാണ്ട് കുറേ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ കുറേശ്ശെ നമുക്കെല്ലാം പഠിച്ചെടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.